കുതിര കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. വിശന്ന് വലഞ്ഞ് വന്നിരിക്കുന്നു എൻ്റെ കെട്ടിയോൻ. ഇത്രയും കയറണം. തോറ്റു തുന്നമ്പാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. ഇത് എങ്ങനെ ഇവർ ഇവിടെ കൊണ്ടുവന്ന് പണിത് അല്ലേ? ഇതിനെ ഓരോ കൊണ്ടോളാന്നാ പറയുന്നത്. ഇത് സ്റ്റോപ്പ് ചെയ്യുന്നില്ല, ഇങ്ങനെ ഓരോ പയ്യെ മൂവ് ചെയ്യുന്നത്. അച്ഛമ്മയ്ക്ക് ഒരു പേഴ്സ് മേടിച്ചാലോ? ബുക്കിന്റെ ഉള്ളിലെ കാശ് വെക്കണം. അപ്പൊ ഒരു ബുക്ക് വാങ്ങിച്ചു കൊടുത്താൽ പോരെ? അത് ശരി. മുന്നോട്ട് ഇതേതാ ആനം? നോ മണി നോ ഹണി. എന്താ ജോഗ്രഫി ടീച്ചർ പറയൂ. ഇതൊക്കെ കാണുമ്പോൾ നിന്ന് വിറയ്ക്കുക. ഹായ് ഗൈസ്, ഡേ 2 ഇൻ മലേഷ്യ. ഞങ്ങളിന്ന് ബാട്ടു കേവ്സ് വിസിറ്റ് ചെയ്യാൻ പോവാണ്. ഗെന്നിങ് ഹൈലൈറ്റ്സ്. ഇത് കഴിഞ്ഞിട്ട് 5 മണിക്ക് എണീക്കണം എന്നൊക്കെ പറഞ്ഞ് ചിലർ അലാമൊക്കെ ഓഫ് ചെയ്ത് ചോദിച്ചപ്പോൾ ഈ മഹാൻ ഞാൻ കണ്ടില്ല, ഞാൻ ഓഫാക്കിയില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്ന വേണ്ട. ഞാൻ എണീറ്റ് 2 തവണ തുറന്നു നോക്കി ആരെങ്കിലും എണീറ്റ് വന്ന്. അപ്പൊ ആരും എണീറ്റിട്ടില്ല. ഞാനപ്പോ വെറുതെ പോയിരുന്നു. ഓഹോ. പിന്നെ ഏറ്റവും കൂടുതൽ ഉറങ്ങിയ മഹാൻ. എന്നിട്ട് അവൻ ഉറക്കം വരണ പോലെ ഉണ്ടെന്ന്. ഇവിടെ നമുക്ക് കോഫിയും ടീ ഒന്നും ഉണ്ടായില്ല അല്ലേ? 6 വെള്ളം നിറയ്ക്കാൻ ഞങ്ങള് 6th ഫ്ലോറിലാണ് ഇവിടെ പൂള്. ഞാൻ പൂളൊക്കെ എടുത്തിട്ട് വരാം. അവിടെ ഉണ്ണേ കണ്ടിട്ട് വരാമല്ലോ. എനിക്ക് കാണിക്കാം. ഇവിടെ ഒരു ചെറിയൊരു കോയി പോണ്ട് ഉണ്ട്. ബട്ട് വെറി ബിഗ് ഫിഷസ് അല്ലേ? ഭയങ്കര വലുത്. ഇത്രയും വലുതിന് അങ്ങനെ കാണാറില്ല. അയ്യോ, ആരെ പ്ലാസ്റ്റിക് ഇട്ടോ വൈ. ഇതിൻ്റെ അപ്പുറയാണ് പാടാ. നമുക്ക് പോയി നോക്കിയിട്ട് വരാം. ഇതിൻ്റെ അപ്പുറയാണ് പൂള്. ഇതാണ് ഇവിടുത്തെ പൂള്. ഇത് തന്നെ. ഇവിടെയൊക്കെ നല്ല രസമുണ്ട്. ഫോട്ടോ എടുക്കാൻ നന്നായിരിക്കും തോന്നുന്നു. ഫോട്ടോ സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ, എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ. ഇവിടെ ഇതൊരു കുതിര കളിച്ചോണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഒരു ഫോട്ടോഷൂട്ടും കൂടി ഉണ്ട്. അപ്പോൾ ഇത് ഈ കാണുന്ന പേരിൻ്റെ അടുത്ത് കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്നാണ്. അച്ചു ആക്ച്വലി അതിൻ്റെ അടുത്ത് നിന്ന് അച്ഛനെ കാണാനില്ലായിരിക്കും കേട്ടോ. അതിൻ്റെ അടുത്ത് നിന്നാ കളർ ഓൾമോസ്റ്റ്. അപ്പോൾ ഞങ്ങളത് എടുക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ക്യാബ് ബുക്ക് ചെയ്ത് നമ്മൾ ബാട്ടു കേവ്സിലേക്ക് പോകാനാണ്. 6 മണിക്ക് ഇറങ്ങാവുന്ന ഞങ്ങളാണ്. ഇപ്പോൾ വെറും 7:40. ഇത് ഞങ്ങൾ ക്യാബിന് വന്നു. ഇതാണ് ഇവിടെയാണ്. ആ മേലേക്ക് പോകാൻ പാടില്ല. അല്ലല്ലോ, ഇത്ര ഉള്ളോ സ്റ്റെപ്പ്? അല്ലല്ലോ, അപ്പുറത്തിൻ്റെ അവിടെ മറ്റേ മുരുകൻ്റെ അപ്പുറത്ത് കൂടെ കുറേ സ്റ്റെപ്പ് ഉള്ളത്. ഞങ്ങള് ഇവിടേക്ക് ഷൂട്ട് കയറാൻ പാടില്ല. ഇവിടെ അല്ല അമ്മ, അവിടേക്ക് പോകാം. നമുക്ക് പറ്റില്ല. ഉള്ളത് ബാട്ടു കേവ്സിലാണ്. ബാട്ടു കേവ്സിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് നിൽക്കുന്നത് നമ്മുടെ മുരുകൻസാണ്. വലിയൊരു പിന്നെ കുറേ പ്രാവുകളും. അതെ, ശരിയാ. സ്റ്റാച്ചു നല്ല ബ്യൂട്ടിഫുൾ. ഇത് ഈ കാണുന്ന സ്റ്റെപ്പ് ഏതാണ്ട് 200-ൽ കൂടുതൽ സ്റ്റെപ്പ് ഉണ്ട്. ഞങ്ങളത് കയറാൻ പോവാണ്. അതിന് മുന്നേ നമുക്കൊരു 270 സ്റ്റെപ്പ് ഉണ്ടെന്നാണ്. 270 സ്റ്റെപ്പ് ഉണ്ട്. ആരെയും പറയണേ വായിച്ചത്. ഇത് യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ് ആയിരുന്നു. ഇത് പക്ഷേ ഈ സ്റ്റെപ്പുകൾക്ക് അന്നേരം കളറില്ലായിരുന്നു. മലേഷ്യ ഗവൺമെൻറ് സ്റ്റെപ്പിന് കളർ ചെയ്തു.
അപ്പോൾ യുനെസ്കോ പറഞ്ഞു നിങ്ങളത് ഓൾട്ടർ ചെയ്യാൻ പാടില്ലായിരുന്നു, ആ ഏതർ നിങ്ങളത് മാറ്റണം ആ അല്ലെങ്കിൽ നിങ്ങൾ യുനെസ്കോ ഹെറിറ്റേജ് ഇതിൽ നിന്ന് ലിസ്റ്റിൽ നിന്ന് മാറ്റുന്നു. ആ പക്ഷേ ഇവർ പറഞ്ഞു ഇവിടുത്തുകാർക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത് കളർ, അതുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ ഹെറിറ്റേജ് സൈറ്റിലില്ല. ഇതാണ് വ്യൂ. 270 സ്റ്റെപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് കഴിക്കാം. ഷാൽ വി ഗോ? കം ഓൺ. ദേ വിശന്ന് വലഞ്ഞ് വന്നിരിക്കുന്നു എൻ്റെ കെട്ടിയോൻ. ഇത് ഞങ്ങളിവിടെ ദിവ്യാസ് കഫേ ആൻഡ് സോവനിയർ എൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. ആ അവിടെ കഴിക്കാൻ കയറുകയാണ്. വിശന്നിട്ട് വയ്യ. നല്ല ആംബിയൻസ്. ആ കണ്ണ 30 വർഷം നടന്നൊരു കഥയാണ്. ആ ഇങ്ങനെ മറ്റേ പോസ് ചെയ്യായിരുന്നു അല്ലേ അച്ചു? അപ്പം ഞങ്ങളുടെ ഫുഡിൽ ഒരു പോർഷൻ വന്നു. ദിസ് ഈസ് പൊങ്കൽ ആൻഡ് ഉളുന്തുപടൈ. ഇനി എല്ലാവർക്കും ഗീ റോസ്റ്റും മസാല ദോശക്കാരുമാണ് എല്ലാവരും, ഇൻക്ലൂഡിങ് മീ. പൊങ്കൽ, ഉളുന്തുപടൈ, ഗീ റോസ്റ്റ്, മസാല ദോശ. ഞങ്ങളിനി കഴിക്കട്ടെ. കഴിച്ചിട്ട് ആരോഗ്യം സംഭരിച്ചിട്ട് വേണം നമുക്ക് മേലെ കയറാൻ. ടിപ്പിക്കൽ ഇന്ത്യൻസ്. ഇന്ത്യയിൽ നിന്ന് വന്നോ? പക്ഷേ ഇന്ത്യയും കൂടെ കൊണ്ടുപോകും. ആ അമ്പലത്തിന് മുമ്പ് ഇതൊക്കെ പറ്റൂ കഴിക്ക്. അപ്പോൾ ഇവിടെ ഒരു ടെമ്പിളുണ്ട് ചെറുത്. ഞങ്ങൾ മേലെ കയറാൻ മുകളിൽ ദോശയൊക്കെ കഴിച്ച് ഫുഡ് കഴിച്ചു. ഇവിടെ ഒരു കോംപ്ലക്സ് ഉണ്ട്, ഷോപ്പിംഗ് പോലെ. ഇവിടെ എല്ലാ സാധനങ്ങളും അത്യാവശ്യം കിട്ടും. 2-3 റെസ്റ്റോറൻറ്റ്സ്, തുണി കിട്ടുന്ന കട, മിഠായി, അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു സർപ്രൈസ് ഉണ്ട്. ഞാനൊരാളെ 14 കൊല്ലത്തിന് ശേഷം കാണാൻ പോവാണ്. അപ്പോൾ ഞങ്ങളിത് ഇതിൻ്റെ മേലെ കയറാൻ പോവാണ്. അപ്പോൾ സർപ്രൈസ് ഞങ്ങൾ മേലെ കയറി വരുമ്പോഴേക്കും ഇവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ഞാൻ 14 കൊല്ലത്തിന് ശേഷം നമ്മുടെ കൂടെ പഠിച്ച ഒരാളെ കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതും നമ്മുടെ കൺട്രിയിലല്ല, നമ്മളൊരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് വന്നപ്പോൾ അവിടെ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് കോൺടാക്റ്റ് ഒക്കെ ചെയ്തായിരുന്നു. പക്ഷെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ നോക്കാം. ഇപ്പോൾ 270 സ്റ്റെപ്പാണ് ഉള്ളതെന്നാണ് കണ്ണൻ പറയണത്. ഞങ്ങൾ അപ്പോൾ കയറാൻ തുടങ്ങുകയാണ്. ഇത്തിരി സ്റ്റീപ്പാണെന്ന് തോന്നുന്നു അല്ലേ കണ്ടിട്ട്. നമ്മുടെ ടീംസ് ഇത് കയറി തുടങ്ങിയിട്ടുണ്ട്. സോ ഫാർ സോ ഗുഡ്. ഇത്രയും കയറണം. കയറന്നെ ഏലസ. ഞങ്ങൾ പതിയെ ടൈം എടുത്താണ് കയറണത്. അമ്മയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും ക്ഷീണമുണ്ട്. ഇല്ല ഞാൻ പറഞ്ഞില്ലല്ലോ, അങ്ങനെ പറഞ്ഞില്ലല്ലോ അല്ലേ? ഇല്ല, ആ പേരിൽ നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാലോ. കണ്ണെന്നോട് പോസ് ചെയ്ത് ശ്വാസം വലിക്കട്ടാ. ആ നീ ഉണ്ട്. ഓടിക്കയറുന്ന വേണ്ടോണ്ട് നീ പതിയെ കയറിയാൽ മതി, ക്ഷീണാവൂട്ടാ. ഞങ്ങളിത് പട്ടികളെ പോലെ കഴിച്ചു തുടങ്ങി. 203 സ്റ്റെപ്പായി. ഞാനും ഉണ്ണിക്കുട്ടനും ഹെഡ്. അവർ അല്ല പതിയെ വരുന്നുണ്ട്. ഇങ്ങനെ താഴത്തെ വ്യൂ. നമ്മൾ പതിയെ കയറാം. ഇതിൻ്റെ അകത്ത് ഇനിയൊരു അമ്പലം ഉണ്ടെന്നാണ് നമ്മൾ വീഡിയോയിൽ കണ്ടത്. ഒരെണ്ണം ഇനിയും കുറച്ച് സ്റ്റെപ്പ് കൂടി ഉണ്ട്. അമ്മാമ്മയ്ക്ക് വയ്യെങ്കിൽ നമുക്ക് പോയിട്ട് വരാം. നമുക്ക് വയ്യാണ്ടായി. ഞങ്ങൾ കയറി, അവർ വരട്ടെ, നമുക്ക് പതിയെ അധികം പോവാം, കുറച്ച് വീഡിയോ എടുക്കാം. എൻ്റെ സ്ട്രക്ചറൊക്കെ നോക്കി. എൻ്റെ അമ്മോ അടിപൊളിയല്ലേ. ഗുഹ കേവ് തന്നെ. നമ്മൾ ഇവിടെ നിന്ന് മറ്റിടത്തേക്ക് പോകുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് പോകുള്ളൂ. ആ ഫുൾ കേവ്സാണ്. തോറ്റു തുന്നമ്പാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. ഓൾമോസ്റ്റ് അവളെത്തിന്ന് പറഞ്ഞേ. താഴെ അവൾ ഞങ്ങൾ മേലെ എത്തി. ഇറങ്ങുമ്പോൾ ഞാനും ഉണ്ണിയും കൂടെ വേഗം ഇറങ്ങാം. മമ്മി യു ക്യാൻ ഡു ഇറ്റ്. കുറച്ച് മോട്ടിവേഷൻ. ഓ ഓക്കെ. അയ്യോ നമുക്കത്രേ ഉണ്ടായിരുന്നുള്ളൂ.
പോയാലും ഇനി ആ താഴോട്ട് ഇറങ്ങുവാണ്. ഉള്ളിൽ ഇനിയൊരു സ്റ്റെപ്പ് കൂടി ഉണ്ട്, രണ്ടാമത്തെ ഒരു അമ്പലത്തിൽ. ആ കുടിച്ചു, ഒരു മിനിറ്റ്. ഞങ്ങൾ നല്ല ആ ഞങ്ങൾ ഒന്നും കൂടെ പോയിട്ട് താഴെ പോയിട്ട് ഒന്നും കൂടെ പറ്റേ അമ്മ വേണോ? കാണണം. ആ കൊച്ചിന് വെള്ളം തുറന്നെടുക്ക്. ഞങ്ങളൊരു അരമണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യണം. ഭയങ്കര ഇതെങ്ങനെ ഇവർ ഇവിടെ കൊണ്ടുവന്ന് പണിത് അല്ലേ? ഭാഗം നോക്കോ. ഓ ഇതിൻ്റെ അകത്ത് കയറിയാൽ നമുക്ക് തൈപ്പൂയും ഭയങ്കര ഫേമസ് ആണ് ഇവിടെ. ഇവിടെ ഒരു അമ്പലം ഈ കേവിൻ്റെ അകത്താണ്. എങ്ങനെ പിന്നെ ഒന്ന് രണ്ട് സ്ഥലത്ത് ഇനി അവിടെ കുറച്ച് സ്റ്റെപ്പും കൂടെ ഉണ്ട്. ലൈറ്റ് കാരണം കാണാൻ പറ്റുമെന്നറിയില്ല. നമുക്ക് അങ്ങോട്ട് പറ്റുവെച്ചാൽ അങ്ങോട്ടും കൂടെ പോകണം. പിന്നെ ഇവിടെയും തൊഴണം. അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവും. അതാണ് പ്ലാൻ. ഇതിൻ്റെ അകത്തൊരു രണ്ടാമതൊരു ടെമ്പിൾ പോലെ അല്ലേ? ഉണ്ണിക്കുട്ടൻ ദ റോക്സ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അമ്മേ ഇത് അത്യാവശ്യം സ്റ്റെപ്പില്ലേ തോന്നുന്നു അല്ലേ? എന്താ ശ്രീവല്ലി ദേവനൈ മുരുകൻ. മേലെ മുരുകനാണോ? ആണോ? ഫുഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അടിച്ചുകൊണ്ട് പോകുന്ന ഞാൻ എവിടെയോ കണ്ടു കേട്ടോ. അയ്യോ അയ്യോ എത്തി 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 എത്തി. നിസ്സാരം നിസ്സാരം. അമ്മേ ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട്. ഇവിടെ ആക്ച്വലി ഇത്രയുടെ രസമുണ്ട്. ബിക്കോസ് വ്യൂ ഭയങ്കര ലൈറ്റിംഗ് ഉണ്ട്. കുരങ്ങന്മാർ ഫുഡൊന്നും കൊണ്ട് കയറരുത്, അടിച്ചു മാറ്റി കൊണ്ടുപോകും. ആ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തൊഴുത് ഇറങ്ങി ഇത് തിരിച്ചു പോകുമ്പോൾ ഉള്ള വ്യൂ ആണ്. എവിടെ ഈ രണ്ട് കല്ലുകൾ? അതെ. ആ ശരി. ചെവിയും നോക്കുന്നവരുടെ മനസ്സാണ് കല്ലിൻ്റെ രൂപം. അത് ശരി. അത് മേഘങ്ങൾക്കും അതുപോലെ തന്നെ ഇത് മാലയിട്ട് നിൽക്കണ പോലെ ഒരാൾ തെന്നി തെന്നി ഇറങ്ങി വരണ്ട്. കണ്ണ ഇതൊക്കെ ഇത് നോക്കണം. മാലയിട്ട് നിൽക്കണ പോലെ അപ്പോൾ ഓക്കെ ടാറ്റ ബൈ ബൈ. ഇല്ലെങ്കിൽ ഈ ആള് ചിലപ്പോൾ നമ്മുടെ ക്യാമറ കൊണ്ടുപോകും. ഞങ്ങൾ ഇത് കണ്ട് ഇറങ്ങി. ഫോട്ടോ എടുത്തിട്ടും മതിയാവാത്ത ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ എനിക്ക് ഫോട്ടോ ജീവി എന്ന് അറിയപ്പെടും. നീ ഇന്നലെ ഫോട്ടോ ടേക്കർ എന്നാണല്ലോ പറയണ്ടായിരുന്നു. ആ എന്നിട്ട് ഞങ്ങൾ ഇവിടെ ക്യാബിന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ. ആ ക്യാബിന് പിക്കപ്പും ഡ്രോപ്പിനും ഒരു വേറെ ഏരിയയാണ്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അവിടെ നിന്ന് ബുക്ക് ചെയ്ത് നമ്മൾ ജെൻറ്റിൽ ഹൈലൻഡ്സോ അങ്ങനെ എന്തോ ഒരു സ്ഥലമുണ്ട്, അവിടേക്കാണ് പോകുന്നത്. അടുത്ത സ്ഥലം അതാണ്. ഇവിടെ നിറയെ കുരങ്ങന്മാരായിരുന്നു അല്ലേ? ഇവിടെ സ്വീറ്റ്സ് കിട്ടുന്ന കട അങ്ങനെ കുറേ ഉണ്ട്. ഇവിടേക്ക് ഉണ്ടായിരുന്ന സ്വീറ്റ്സിൻ്റെ സാധനങ്ങളൊക്കെ. ആ നോക്കി ഇവിടെ ഒരു വെള്ളച്ചാട്ടം പോലെയുണ്ട് അല്ലേ? ഇവിടെ ഒരു ഹനുമാൻ ടെമ്പിൾ കൂടെ ഉണ്ട്. എൻ്റെ അടുത്ത് ഇവിടെ കുറച്ച് പീകോക്സിനെയൊക്കെ വളർത്തുന്ന പോലെ ഉണ്ട്. മുരുകൻ ടെമ്പിളാണല്ലോ, അപ്പോൾ അതിൻ്റെ അടുത്ത് കുറച്ച് ബേർഡ്സിൻ്റെ ഒരു ഇതുണ്ട്. നിങ്ങൾക്ക് കാണണമെന്നറിയില്ല, ഇവിടെ ഒരു പരുന്തിൻ്റെ ഒരു വലിയൊരു സംഭവമുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങളവിടെ വന്ന് ഇതൊരു മോൾ പോലത്തെ സെറ്റപ്പാണ്. ഇവിടെ കേബിൾ കാറുണ്ട്. അപ്പോൾ ഇവിടെ ബാഗ് നമുക്ക് സ്റ്റോറേജ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആകെ കൂടി ക്യാമറയും ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ. അച്ചവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ കമൻട്രി പറയുന്ന ഉണ്ണി ഈസ് ഹിയർ, അമ്മ ഈസ് ഹിയർ. അപ്പോൾ ഞങ്ങൾ കിരണിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ സ്റ്റോറേജ് ചെയ്ത് ഞങ്ങൾ അമ്മ ത്രില്ഡാണോ പേടിയാണോ മറ്റേ കേബിൾ കാറിൽ കയറാൻ? ആ മൈക്ക ആ വേണ്ടോ? പക്ഷേ നമ്മൾ കയറും.
കയറോ? അല്ല പിന്നെ നിനക്ക് പേടിയുണ്ടാ? അതിന്റെ ഏഴോ അതിനൊക്കെ കൂടെ പോയിട്ടില്ല. അച്ഛനെ അവരെ പോലെ കേബിൾ കാറിൽ കയറാൻ പേടിയാണോ? പേടിയില്ല. ഇല്ലല്ലോ. പറ. ക്യാമറാമാന് പേടിയുണ്ടോ? എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ കുറേ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി കേബിൾ കാറ് പോവും. അടുത്ത ദൗത്യം അല്ലേ? ആണോ? അല്ലല്ലോ, തിരക്കാണോ? സ്റ്റോർ ചെയ്യണോർത്ത് അവിടെ ആരും ഉണ്ടായില്ലല്ലോ നേരത്തെ. നോക്കാം. വന്നു. ചോദിക്കട്ടെ. ഫോട്ടോ കണ്ണാപ്പി വന്നു. ഓക്കെ ഗൈസ്, നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ബാഗ് ഇവിടുത്തെ സ്റ്റോറേജിൽ വെച്ചു. സ്റ്റോറേജിൽ വെക്കുന്നതിന് ഇവിടെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. ആക്ച്വലി നിങ്ങളത് മിസ്സായി. നമ്മൾ തന്നെ നമുക്ക് സ്ക്രീനിൽ സെലക്ട് ചെയ്യാം. സ്റ്റോറേജ് സെലക്ട് ചെയ്യാം. മീഡിയം, ലാർജ്, എക്സൽ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വലിയ ട്രോളിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് അതിനകത്ത് വെക്കാം. 24 hours നമ്മൾ വീഡിയോ ആണ് എടുത്തത്. 20 minutes. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ അത് ലോക്കും. എന്നിട്ട് പേടി ഇല്ല. അപ്പോൾ നമുക്ക് പോവാം. ഞാൻ വേണമെങ്കിൽ കണ്ണടച്ചത്. അമ്മയ്ക്ക് പേടി വേണ്ട. അമ്മ പറഞ്ഞ അമ്മയ്ക്ക് മാറ്റി പറയണമെന്ന്. ഓക്കെ. കേബിൾ കാർ കയറാൻ പേടിയില്ല എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ പോവാ. നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അങ്ങോട്ട് പോവാണ്. ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കായിട്ടുള്ളത് സ്കാൻ ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് കയറി പോവാണ്. ടിക്കറ്റ്സ്. താങ്ക് യു. തല ചൊറിയണെന്താ? എന്തോ ഡയലോഗ് അടിക്കാവുന്ന മറന്നുപോയില്ല. നമ്മൾ ഏതാണ്ട് കയറാറായിട്ടോ. ഏതാണ്ട് നമ്മുടെ ഇതിനെ ഓരോ കൊണ്ടോള എന്നാണ് പറയുന്നത്. ഇത് സ്റ്റോപ്പ് ചെയ്യുന്നില്ല, ഇങ്ങനെ ഓരോ പയ്യെ മൂവ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിലേക്ക് ജമ്പ് ചെയ്ത് കയറുകയാണ്. 6 പേരുടെ ഒരു കണ്ടോളയുണ്ട്, 10 പേരുടെ ഉണ്ട്. അപ്പോൾ ഒരു റിസ്കി ഷോട്ടാണ് എടുക്കാൻ പോണത്. ഉണ്ണിക്കുട്ടൻ അവസാനം കയറിയാൽ മതി എന്നാണ്. ആദ്യം അമ്മമ്മനെ കേട്ടണം. അമ്മ ഓക്കെ അല്ലേ? പേടിയുണ്ടോ? പേടിയുണ്ടെന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞു. പേടിയില്ല. ഉണ്ണിക്കുട്ടന് പേടിയുണ്ടോ? യെസ്, അങ്ങനെ നീണ്ട കാത്തിരിപ്പല്ല, ചെറിയ കാത്തിരിപ്പിന് ശേഷം നമ്മളുടെ കൊണ്ടോള എത്താറായി. അവിടെ കയറിയിട്ട് നിങ്ങൾ കയറിയതിന് ശേഷം എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് പുറത്തോട്ട് നോക്കണേ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ് കാണില്ല. കയറുന്നു തിരിയുന്നു. ഓക്കെ, കയറുന്നു തിരിയുന്നു. ഇതിൽ തന്നെ കയറണ്ടേ? കയറിക്കോ. ഒരുമിച്ച് പോ. അമ്മ പോ. എന്നെ കൊണ്ടു. No, this is not one family. This is 2 family. എവിടെ പിടിക്കണേ? അമ്മ സ്പീഡൊക്കെ ഉണ്ട്. ഇത് അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ട്. നമ്മൾ വിചാരിച്ചതിനേക്കാൾ സ്പീഡൊക്കെ ഉണ്ട്. മേലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വിചാരിച്ചതിനേക്കാൾ സ്പീഡിലാണ് വിചാരിച്ചതല്ല.看就怕你地上有
ഇതൊക്കെ അവർ പറയുന്നുണ്ട് കേട്ടോ. അതിനെപ്പറ്റി എന്തൊക്കെയോ അവര് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പൊ മേലെ എത്തിയിട്ട് ഫുൾ കോട അടിച്ചിട്ട് ഉച്ചക്ക് 2 മണിയാണ് സമയം എന്ന് ആലോചിക്കണം. ഒരു സാധനം കാണാൻ പറ്റുന്നില്ല കേട്ടാ. 这不是云顶，明明就是天堂。我来玩这个了，明明就是在我们。这里不是云顶，这是天堂，就是给去世的塔一个这个爬了。 അതൊക്കെ ഉണ്ണിക്കുട്ടൻ. എങ്ങനെയുണ്ട് ഗൈസ്? ചെവി അടഞ്ഞ അമ്മാമ്മയുടെ വോയിസ് ആക്ടിവേറ്റ് ചെയ്തു. അതാണ് ഗൈസ്, പണി പാളി. വാതിൽ തുറന്നു കിടക്കാണ്. പെട്ടു ഗൈസ്. ഉണ്ണി, നീ ഇവിടെ വന്നിരുന്നു. ഓക്കെ, ടക്കനല്ലോ ലിജിയായി പോയി. മേലെ പോയിട്ട് അങ്ങനെ നമ്മൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. സ്കൈ അവന്യൂ. ഇവിടെ ഫുള്ള് ഗാംബ്ലിങ്ങും ഗെയിമിംഗ് ഏരിയയൊക്കെയാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചു പോകും. അപ്പോഴേക്കും മഴ കുറയുവാണെങ്കിൽ നമുക്ക് ആ ടെമ്പിളിൻ്റെ ഏരിയ കാണാൻ പറ്റുന്ന വിചാരിക്കുന്നത്. ഇടയിൽ ഒരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നു, എടുത്ത് ഇറങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. ഇവിടെ ഇറങ്ങണം, ഇവിടെ ഇറങ്ങണം. നമ്മൾ ഇവിടെ വന്നു. ഇവിടെ നിന്നൊരു സുവനിയർ നമുക്ക് കിട്ടി, ഫോട്ടോ എടുത്തത്. അതൊന്ന് ഡിസ്പ്ലേ ചെയ്യാമോ? ഒന്ന് അൺബോക്സ് ചെയ്യാമോ കേട്ടോ? അൺബോക്സ് ചെയ്ത് താഴെ ഇടരുത്. ആ, ഇതൊരു സുവനിയറായിട്ട് നമുക്ക് കിട്ടി. നമ്മൾ ഇതിനകത്ത് കയറിയതിൻ്റെ ഫോട്ടോ. ആ ആ ഏറ്റവും കൊണ്ടൊന്ന് കാണിക്കാൻ പോണി കേട്ടോ. ഓക്കെ, വാട്ട് ഈസ് ദിസ്? അതൊക്കെ അമ്മാമ്മയുടെ ഫ്രണ്ട്സ്. ഓക്കെ, പിന്നീട് ഇനിയിപ്പോൾ നമ്മളിവിടെ എത്തുന്നത് ഇവിടെ ഒരു ഫുഡ് ഏരിയയും ഗെയിമിംഗ് ഏരിയയൊക്കെ കൂടി ആയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഗെയിമിംഗ് ഏരിയയിൽ എന്താ നമുക്ക് ചെയ്യാനുള്ളത്? ആ ഓക്കെ, നമ്മൾ കയറി വരുന്ന വഴിയിൽ ഒരു മഞ്ഞ് കാരണം കാണാഞ്ഞതാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ റൂമുകളുള്ള ഒരു ഹോട്ടൽ ഇവിടെയാണുള്ളത്. ലാസ് വേഗാസിലൊക്കെ ഉള്ള പോലത്തെ കാസിനോ, ഗാംബ്ലിംഗ്, ഗെയിമിംഗ് ഏരിയയൊക്കെയാണ് ഇവിടെ. ഇവിടെ എന്തായാലും നമുക്കൊരു 1-2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ള ടൈമുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് തിരിച്ചു പോകാം. തിരിച്ചു പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ മഴയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പോകുന്ന വഴിയിൽ ഇടയിലൊരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നല്ലോ, ആ സ്റ്റോപ്പിലൊരു ഒരു ചൈനീസ് ടെമ്പിൾ ഉണ്ടായിരുന്നു. ആ ടെമ്പിളും കൂടെ കവർ ചെയ്തിട്ട് നമുക്ക് പോകാം എന്നുള്ളതാണ്. അതിന് സെപ്പറേറ്റ് ടിക്കറ്റൊന്നുമില്ല, ഈ സെയിം ടിക്കറ്റിൽ തന്നെയാണ് അതുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടുത്തെ കറക്കമൊക്കെ ഒന്ന് കഴിയട്ടെ. മിക്കവാറും ഉണ്ണിക്കുട്ടൻ്റെ ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നല്ലപോലെ ടൈം എടുക്കാൻ ചാൻസ് ഉണ്ട്. നോക്കാം. തുടങ്ങി ഗൈസ്, പർച്ചേസിങ് തുടങ്ങി കഴിഞ്ഞു. ഉണ്ണിക്കുട്ടൻ്റെ ഗെയിമിംഗ് മോഡ് ആക്ടിവേറ്റഡ്. ഓ മൈ ഗോഡ്, ഈ ഷട്ടിൽ ഗെയിം ഓവർ എന്ന് എഴുതിയേക്കാണല്ലോ. ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോകാമെന്നുള്ളത്. ഞങ്ങൾക്കൊരു പവർ ബാങ്ക് വേണമായിരുന്നു, അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ റേഞ്ചിലുള്ളതിന് വേണ്ട എന്നുള്ള. യെസ്, ഉണ്ണിക്കുട്ടാ. ഇവിടെ
ഇവിടെ താഴെയായിട്ടൊരു ഇൻഡോർ തീം പാർക്കുണ്ട്. പിന്നെ ഇവിടെയും ഒരു ഗെയിമിംഗ് ഏരിയ ഉണ്ട്. വേറെ ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങി കഴിയുമ്പോൾ ഒരു കാസിനോ പോലത്തെ ഒരു ഏരിയ ഉണ്ട്. ഓൾറെഡി ഉണ്ണിക്കുട്ടൻ മൈൻഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഗെയിമിംഗ് ഏരിയയിലേക്ക് എന്തായാലും പോകണം എന്നുള്ളത്. പക്ഷേ പ്രോബ്ലം ഉള്ളത് നമ്മുടെ കൂടെ വന്ന ലേഡീസ് ഇവിടെ വന്നാലും ഷോപ്പിംഗ് എന്നുള്ള പ്ലാനിലേക്ക് നീങ്ങി കഴിഞ്ഞു. അത് ചില ഇത് ബോർഡൊക്കെ കാണുമ്പോൾ അവിടേക്ക് എന്തെങ്കിലും ഓഫർ കാണുമ്പോഴാണ് അങ്ങോട്ട് തിരിഞ്ഞ് ആ വഴിക്ക് അങ്ങോട്ട് പോണത്. ഇന്ന് വൈകുന്നേരം വരെ ഇവിടെ തന്നെ കിടക്കുന്ന തോന്നണത്. ഉണ്ണിക്കുട്ടൻ നീ എന്തോന്നാണ് ഈ നോക്കണേ? ഇതെന്തോന്നാ നീ എടുത്തേക്കണേ? ആർക്കുള്ള വാച്ചാ? അച്ചാച്ചനൊരു വാച്ച്. ഓക്കെ, അപ്പൊ അച്ചാമ്മയ്ക്ക് എന്തെങ്കിലും മേടിക്കണ്ടേ? അച്ചാമ്മയ്ക്ക് ഒരു പേഴ്സ് മേടിച്ചാലോ? ബുക്കിന്റെ ഉള്ളിലെ കാശ് വെക്കണം. അപ്പൊ ഒരു ബുക്ക് വാങ്ങിച്ചു കൊടുത്താൽ പോരെ? അത് ശരി, എന്നാ ആ ബുക്ക് മേടിക്കാൻ പോവാ. ഒരു ആന ചിഹ്നം വിളിച്ചോണ്ട് നിൽക്കണ്ട കേട്ടോ അവിടെ. മേരി പോൺ. ഓക്കെ, ഫുഡ് കഴിക്കാനാണോ? ഓക്കെ, എല്ലാവർക്കും വിശന്ന് തുടങ്ങി. ഉണ്ണിക്കുട്ടാ ഇതേതാ ആന? അരിക്കൊമ്പനാന്നത്. അത് കാണിച്ചു. നമ്മൾ വിശപ്പിന് കീഴടങ്ങി. ഇത് KFC അല്ല, പക്ഷേ KFCയുടെ ഒരു മോഡൽ. അതിലിപ്പോൾ ഏതായിട്ട് ഉണ്ണിക്കുട്ടൻ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്? ഷെയറിംഗ് ബക്കറ്റ്. ഓക്കെ ഓക്കെ, നമ്മുടെ ബക്കറ്റ്. ആ ഫ്രഞ്ച് ഫ്രൈസ് എടുത്ത് എൻ്റെ സൈഡിൽ വെച്ചാരട്ടാ. അമ്മ ഈ ചങ്കൊക്കെയാണ് കഴിക്കുന്നത്. അതിപ്പോൾ എന്താ പറയുക, മറ്റേ പാമ്പിനെ തിന്നുന്ന. അതാണ് ഈ നടുത്തുണ്ടാണ് ഇരിക്കുന്നത്. അടുത്ത് തന്നെ ഒരു അഡ്വഞ്ചർ വേൾഡ്. അപ്പോൾ ഉണ്ണിക്കുട്ടനെ കുറച്ച് അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള 1-2 ഗെയിംസ് കളിപ്പിക്കാമെന്ന് ഓർത്തിട്ട് വന്നതാണ്. ഇവിടെ പക്ഷേ കൂപ്പൺ പോലെ മേടിക്കണം. അപ്പോൾ അത് മേടിക്കാനായിട്ട് പോയിരിക്കുകയാണ് കിരൺ. ഇവിടെ കുറേ ഗെയിംസ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ചെറിയ കുട്ടികൾക്ക്. ഇത് ട്രാക്കാണ്. ഓ നൈസ് ട്രാക്ക്. ഇത് കൊള്ളാം. നമ്മൾ 1-2 ഗെയിം കളിക്കാമെന്ന് വിചാരിക്കണം. അത് എടുക്കാൻ പറ്റില്ലടാ. വല്ല ഇടിയുണ്ടോ? വല്ല ഇടിയുണ്ടോ? ഒരെണ്ണം കൊടുക്കും, ഒരു ഗെയിം കൊടുക്കും. ഇത് വേസ്റ്റ് ഓഫ് മണിയാണ് എനിക്കറിയാം, പക്ഷെ കളിച്ചോ? അയ്യോ അങ്ങോട്ട് പോയിട്ടിട്ടായിരുന്നു. ബാക്കിലെടുക്കോ ബാക്കിലെടുക്കോ. പോട്ടെ. അയ്യോ എന്താ നേരത്തെ അവിടെ പോയിട്ട് അങ്ങനെ കഴിയോ? No money, no honey. ഗെയിം കളിക്കാൻ പോവാണ്. ഒന്നും കൂടെ. ഞെക്കിയാൽ മതി. അത് കാറൊക്കെ സെലക്ട് ചെയ്യണം. നെക്സ്റ്റ്.
അടുത്ത ഗെയിംസുമായി നമ്മുടെ ടീംസ് വന്നിട്ടുണ്ട്. പിന്നെ ഫുള്ള് ഉടായ്പ ഗെയിംസ്, അതായത് ഒരിക്കലും കിട്ടില്ലാത്ത ഗെയിംസേ കളിക്കണ്ടോ. നമ്മളങ്ങനെ കളിക്കാറില്ല. സ്ട്രാറ്റജി വിജയിച്ചില്ല. അടുത്തതുമായി നമ്മുടെ ടീംസ് വീണ്ടും. പക്ഷെ അതിലല്ലല്ലോ മറ്റേലും പോണ്ടേ, ഇതിൻ്റെ അകത്ത് പോണ്ടേ. ക്യാപ്സ്യൂളോ? എന്ത് പറ്റിയ അങ്ങനെ പറഞ്ഞേ? എടാ എന്താ പറ്റിയ? അല്ല ഇത് നമുക്ക് ക്യാപ്സ്യൂൾ താങ്ക് യു. ആ അതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ലല്ലോ, നേരത്തേനൊന്നും കിട്ടിയില്ലേ? അപ്പോൾ ഗിഫ്റ്റ് പതിയെ തുറക്കണം, നോക്കി തുറക്കണം. നീ ഇങ്ങനെ അല്ല അടിപൊളി. കഴുത്തി കെടുത്തു തലമുടി എടുത്തോ എന്നാലും ഒരു ഗിഫ്റ്റ് എന്തായാലും അവന് ഗിഫ്റ്റ് കിട്ടിയാലും എടുത്തോ. വേണ്ട കഴിഞ്ഞില്ല, ഇനി വേറെ എന്തെങ്കിലും കളിക്കടാ. അതെ അതെ ഗോൾഡ് കോയിൻ അത് തന്നെ മേഡല്ലേ. നമ്മളിപ്പോ എവിടെയെങ്കിലൊക്കെ നിൽക്കുമ്പോ നമുക്ക് പെട്ടെന്ന് ഇനി അത് മുടിയില്ലാത്തവർക്ക് മുടിയില്ലാത്തവർക്ക് താടിയില്ല. അച്ഛാവക്ക് ചില്ലറ പൈസ എല്ലാം കൂടി എന്തെങ്കിലും വെച്ചോ കളിച്ചു നേടി. ശരി അടുത്ത സാധനം ഇവന് കിട്ടുന്നില്ല. ഇവന്റെ വിചാരം ഇവന്റെ കഴിവ് കാരണം ഇവിടെ എല്ലാം കിട്ടുന്നുണ്ടെന്നോ? ഒന്നുമില്ല. എന്തോ ഭാഗ്യത്തിനൊരു ചീപ്പ് കിട്ടി, അതിൽ പിന്നെ ഭയങ്കര ചാടയാ. കഴുത്തിൽ നോക്കി നടക്കാം. അതന്നെ കൊണ്ട് കളിക്കാൻ വേണ്ടി എടുത്തോണ്ടോ? അതിങ്ങനെ ഒരു തരം ഗാംബ്ലിംഗ് കളിച്ചിട്ട് നമുക്ക് റാൻഡമായിട്ട് കിട്ടുന്നൊരു മേലെ കളിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ താഴെ നിന്ന് ഇറങ്ങിയതാണ്. ഇത് വലിയ സ്ക്രീനാണെന്ന് അറിയാം, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഡാൻസ് ഉണ്ട് അവിടെ. ഇവിടെ ഒരു നല്ല സ്ക്രീൻ, ഭയങ്കര വലുത് കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ, കണ്ടോ? അവിടെയുണ്ട്, അതിന് പുറകിലും സ്ക്രീനൊക്കെ.
ഡാൻസ് നോക്കുവാണോ? ഇവിടെ ആൾക്കാർ കയറാനൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര കളർഫുള്ളാണ് കേട്ടോ ഈ ഫ്ലോറ്. മറ്റേ ഗെയിം കളിച്ചതൊക്കെ കിട്ടുമെന്ന് നമുക്ക് തോന്നും, പക്ഷേ കിട്ടില്ല. ഇത് മറ്റേ ഗെയിം പോലത്തെയാണ്. അതൊരു ബോള് ബക്കറ്റിക്ക് ഇടുക. അവിടെ ആയിട്ട് മറ്റൊരു ഗെയിം കണ്ടോ, ആൾക്കാർ ഇരുന്ന് തൂങ്ങിയാടുന്ന പോലത്തെ. നമുക്ക് കളിച്ചാലോ? ആണോ? ആഹാ, പേടിയാണോ? ഡെക്കറേഷൻ ഇത് കാസിനാണെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ കാസിനോയ്ക്ക് പോകുന്നില്ല. കണ്ണൻ അമ്മയുടെ ഫോട്ടോ എടുക്കുവാണ്. രസമുണ്ട് കാണാൻ. ഞങ്ങളങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്ന് ഇവിടെയൊക്കെ നടന്നു കണ്ടു. ഓക്കെ, മുട്ടയെന്ന് വരുന്ന പാമ്പ്, കാസിനോസ്, നമ്മുടെ ടീംസ്. ആൻഡ് വി ആർ ഗോയിങ് ബാക്ക്. പോവാം. ഈ ലെവലിലാണ് കേട്ടോ മഞ്ഞ്. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. നമ്മൾ തിരിച്ചിറങ്ങാണ്. ഇനി തിരിച്ചു പോകുമ്പോൾ ഇടയിലൊരു സ്റ്റോപ്പുള്ളത് ചൈനീസ് ടെമ്പിളാണ്. അവിടെ ഇറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല. മഞ്ഞുണ്ട് നോക്കിയിട്ട് നമ്മൾ തീരുമാനിക്കാമെന്ന് വിചാരിക്കണേ. അമ്പലത്തിൽ പോണ കാര്യമൊക്കെ പറയുമ്പോൾ ഉണ്ണിക്കുട്ടന് തീരെ ഒരു ഇൻട്രസ്റ്റും ഇല്ല, ഒന്നുമില്ല. ആ ഗെയിം കളിക്കുന്നിടത്തൊക്കെ എന്തായിരുന്നു തോരാൻ? എന്താ മോനെ, എന്താടാ പറഞ്ഞിട്ട് ക്ലിയർ ആണോന്ന് അറിയില്ല. സ്ലോപ്പ് ഇത്രയും ഹൈറ്റില് കാണുന്നില്ലല്ലോ, ദൂരെ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗി ഇതിന്റെ ഇലയൊക്കെ അല്ലേ, നല്ല. പക്ഷെ ഇതിലൊന്നും കിട്ടുന്നില്ല, കാണുന്നില്ല. വരുവാണെങ്കിൽ അവരോട് റെക്കമെൻഡ് ചെയ്യണം വൺ വേ എടുക്കാവുള്ളൂ. എക്സ്പ്ലോർ ചെയ്ത് വേണം താഴേക്ക്. ജോഗ്രഫി ടീച്ചർ പറയൂ. ഇവിടെ വന്നു, ദേ ഇറങ്ങി. ഇവിടെ ഫുൾ ഒരു ലോഡ് ചോക്ലേറ്റ് വാരി കോരി ഇടുന്ന ഉണ്ണിക്കുട്ടൻ. നിങ്ങളുടെ ചോക്ലേറ്റിന്റെ ചാക എടാ 8 പീസ് എടുത്താൽ തന്നെ 50 ഗ്രാമായെന്നാ പറഞ്ഞത്. ആ ഓ ഓക്കെ, 1 കിലോ എടുക്കാൻ. ആ കണ്ണിലെ തീക്ഷ്ണത നോക്കും. ആ ഇതെന്നാ അപ്പൊ മറ്റേതുണ്ടോ നോക്ക്, ദുബായ് ചോക്ലേറ്റ്. മറ്റേ എന്തായിരുന്നു അതിന്റെ പേര്? കുനാഫ ചോക്ലേറ്റ്. സ്റ്റേഷൻ ഇതൊക്കെ കാണുമ്പോൾ നിന്ന് വിറയ്ക്കുക. പിസ്റ്റാഷ്യോ ചോക്ലേറ്റ് അത് നല്ലതാണോ? ഓക്കെ, അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ചോക്ലേറ്റിൻ്റെ പർച്ചേസിങ് ഉണ്ടായിരുന്നു, അത് എടുത്തു.
ആസ് യൂഷ്വൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ മറന്നു. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ സെക്കൻഡ് ഡേ ഇൻ മലേഷ്യ കോലാലംപൂർ. ഇനിയും വീഡിയോസ് വരാനുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.